കോൺഗ്രസിനെ വെട്ടിലാക്കി വീണ്ടും ശശി തരൂർ. അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ച് ദീപിക ദിനപത്രത്തിൽ ശശി തരൂരിന്റെ ലേഖനം. ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ ഭയത്തിൽ എത്തിച്ചു. രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയുമെന്ന് ഇന്ദിര ശഠിച്ചുവെന്നും ലേഖനത്തിൽ പറയുന്നു. ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ലേഖനത്തിൽ ഉള്ളത്. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു. ശരത്ത്, കോൺഗ്രസിന് എന്തായാലും വീണ്ടും തലവേദന സൃഷ്ടിച്ചിരിക്കുന്നു അടിയന്തരാവസ്ഥ ലേഖനത്തിലൂടെ ശശി തരൂർ. ഇതുവരെയും കോൺഗ്രസ് ശക്തമായ ഒരു നടപടിയും തരൂരിനെതിരെ സ്വീകരിച്ചിട്ടില്ല ഈ വിഷയങ്ങളിലൊക്കെ എന്ന് നമുക്കറിയാം. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാകുമോ? കണ്ണടച്ചു പോകുമോ കോൺഗ്രസ് ഹൈക്കമാൻഡ്? ലക്ഷ്മി, അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഉയരുന്ന ചോദ്യം. ഈ ലേഖനം എന്നത് മലയാള ഒരു ദിനപത്രം അത് പൂർണ്ണ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ദീപിക. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഈ അടിയന്തരാവസ്ഥ ഇരുണ്ട യുഗം എന്നാണ് BJPയും അല്ലെങ്കിൽ CPM ഒക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. BJP ഇപ്പോഴും പറയുന്നു. അതേ ഹെഡ്ലിങ്ങും സബ് ഹെഡിങ്ങും കൂടി കൊടുത്തുകൊണ്ടാണ് ലേഖനത്തിൽ ഉള്ളത് എന്നതാണ് വളരെ പ്രാധാന്യമർഹിക്കുന്നത്. കാരണം ശശി തരൂർ വളരെ വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ടാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഈ ലേഖനത്തെ പാടി അവഗണിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. കാരണം കോൺഗ്രസിനെ ഇന്ദിരാഗാന്ധിയെ തന്നെയാണ് തരൂര് ആക്രമിച്ചിരിക്കുന്നത്. അതുമല്ല, ചേരി പ്രദേശം തുക്മാൻ ഗേറ്റിലെ ക്രൂരതകൾ പോലും ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോ സബ് ഹെഡിങ്ങിലും ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് വളരെ വിശുദ്ധമായി കോൺഗ്രസിനെ കുത്തി നോവിക്കുന്ന രീതിയിൽ തന്നെയാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. നേരത്തെ നമ്മൾ കേട്ടാണ് രമേശ് ചെന്നിത്തല വളരെ വ്യക്തി കോൺഗ്രസ് കോർത്ത സമിതി അംഗമായ ഒരാൾ ഇത്തരത്തിലുള്ള ലേഖനം എഴുതാൻ കഴിയുമോ എന്നൊരു സംശയമാണ് പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ ഉള്ളത്. എന്നാലും മലയാളത്തിൽ ഇത്തരമൊരു ലേഖനം വരികയും താൻ എവിടെയാണ് അല്ലെങ്കിൽ താൻ ആരെയാണ് പ്രകോപിപ്പിക്കുന്നതെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ലേഖനം ശശി തരൂർ എഴുതിയിരിക്കുന്നത്. പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ചെയ്തികൾ ക്രൂരതയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സഞ്ജയ് ഗാന്ധിയുടെ ക്രൂരതയും എടുത്തു പറഞ്ഞുള്ള ലേഖനം കോൺഗ്രസിനെ വളരെയധികം പ്രതിസന്ധിയിലാക്കും. കാരണം കോൺഗ്രസ് കോർത്ത സമിതി അംഗം തന്നെ അടിയന്തരാവസ്ഥയെ തള്ളി പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ഇന്നേ വരെ അടിയന്തരാവസ്ഥയെ തള്ളി പറഞ്ഞിട്ടില്ല. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷിക ദിനത്തിൽ കോൺഗ്രസ് ISC അധ്യക്ഷൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ആ സമയത്താണ് ഒരു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം അടിയന്തരാവസ്ഥയെ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് പതിവ് പോലെ ലക്ഷ്മി ശശി തരൂരിന്റെ ഈ ലേഖനത്തെ കാണാൻ കഴിയില്ല. അത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്ന കാര്യം ഉറപ്പാണ് ലക്ഷ്മി. തരൂരിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടിയെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഡൽഹിയിൽ നിന്ന്.